ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആഴത്തിലുള്ള വിശ്വാസം, ജനാധിപത്യം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇസ്രായേലും ധാരണാപത്രങ്ങൾ കൈമാറി. രാജ്യത്ത് നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ ഓട്ടോമൊബൈൽ വ്യവസായ നിയമങ്ങൾ ആഗോള റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശത്തെ തുടർന്ന് NCERT 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം നിരോധിച്ച് സുപ്രീംകോടതി. കേരള സ്റ്റോറി 2 സിനിമയുടെ റിലീസ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് പുനഃപരിശോധന നടത്താൻ സെൻസർ ബോർഡിന് നിർദ്ദേശം. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ ഇന്ത്യ സിംബാബ്വെ മത്സരം പുരോഗമിക്കുന്നു. സിംബാബ്വെ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഝാർഖണ്ഡിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാറും മുഖ്യമന്ത്രി ഹേമന്ത് സോറനും റാഞ്ചിയിലെ ബിർസ മുണ്ട വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ജംഷഡ്പൂരിലെ കത്മയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ തറക്കല്ലിടലും ഭൂമിപൂജയും രാഷ്ട്രപതി നിർവഹിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ 57ാമത് ബിരുദദാന ചടങ്ങ് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അധ്യക്ഷത വഹിക്കും. IIMCയിലെ പുതിയ അക്കാദമിക് ഹോസ്റ്റൽ ബ്ലോക്കുകളുടെ തറക്കല്ലിടലും ഇതോടൊപ്പം നടക്കും. ഭൗമ ഭൗതിക പര്യവേഷണം, സംസ്കാരം, മത്സ്യബന്ധനം, UPI, വിദ്യാഭ്യാസം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ഇസ്രായേലും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് ധാരണാപത്രങ്ങൾ കൈമാറിയത്. ആഴത്തിലുള്ള വിശ്വാസം, ജനാധിപത്യ മൂല്യം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ സംയുക്ത ഉൽപാദനം, സാങ്കേതികവിദ്യ കൈമാറ്റം എന്നിവയ്ക്ക് മുൻഗണന നൽകുമെന്നും സിവിൽ, ആണവോർജ്ജം, ബഹിരാകാശം എന്നീ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. रक्षा के क्षेत्र में हमारा दशकों पुराना विश्वसनीय सहयोग रहा है. पिछले वर्ष हुए MOU से इसमें नए आयाम जुड़ेंगे. हम मिलकर जॉइंट डेवलपमेंट, जॉइंट प्रोडक्शन और ट्रांसफर ऑफ टेक्नोलॉजी की दिशा में आगे बढ़ेंगे. साथ ही हम सिविल, न्यूक्लियर एनर्जी और स्पेस जैसे क्षेत्रों में भी सहयोग आगे बढ़ाएंगे. ഇന്ത്യയും ഇസ്രായേലും നൂതന ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യൻ വംശജരായ ജൂത സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിച്ചു. രാജ്യത്ത് നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബീഹാറിലെ അരാരിയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സർക്കാർ സമഗ്രമായ നടപടികൾക്ക് തുടക്കമിട്ടതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. घुसपैठियों से मुक्ति से मतलब सिर्फ मतदाता सूची से नाम हटाना नहीं, हम कृतनिश्चयी है कि एक एक घुसपैठिए को भारत की भूमि से चुन चुन कर भारत के बाहर भेजने का कार्यक्रम करेंगे. नरेंद्र मोदी सरकार का ये दृढ़ संकल्प है कि पूरे देश को हम घुसपैठियों से मुक्त करेंगे. റെയിൽ ഗതാഗത രംഗത്ത് നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്റ്റാർട്ടപ്പുകൾ, ഗവേഷകർ, വ്യവസായ സംരംഭങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 52 ആഴ്ചയ്ക്കുള്ളിൽ 52 പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായി 2 സുപ്രധാന പദ്ധതികൾ ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽ ടെക് പോളിസി, റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണൽ എന്നിവയാണ് പുതുതായി പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ. രാജ്യത്തെ ഓട്ടോമൊബൈൽ വ്യവസായ നിയമങ്ങളും മാനദണ്ഡങ്ങളും ആഗോള റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ റോഡ് സുരക്ഷാ ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച കേന്ദ്രമന്ത്രി രാജ്യത്ത് പ്രതിവർഷം 5 ലക്ഷത്തോളം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതായും 1,80,000 മരണങ്ങൾ സംഭവിക്കുന്നതായും പറഞ്ഞു. NCERT 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശത്തെ തുടർന്ന് പുസ്തകം നിരോധിച്ച് സുപ്രീംകോടതി.
പുസ്തകങ്ങളുടെ മുഴുവൻ കോപ്പികളും പിടിച്ചെടുക്കാനും പരമോന്നത കോടതി നിർദ്ദേശം നൽകി. ഓൺലൈൻ പതിപ്പിനും നിരോധനം ഏർപ്പെടുത്തി. നിർദ്ദേശം എത്രയും വേഗം നടപ്പിലാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് കോടതി ഉത്തരവിട്ടു. ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പരമോന്നത കോടതി മുന്നറിയിപ്പ് നൽകി. NCERT ഡയറക്ടർ, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി എന്നിവർക്ക് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ റിലീസ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച പുനഃപരിശോധന നടത്താൻ സെൻസർ ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടു. നാളെയാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരുന്നത്. ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. OP പ്രവർത്തനം തടസ്സമില്ലാതെ തുടരാൻ മറ്റ് ഡോക്ടർമാരെ നിയമിക്കുന്നതായും പണിമുടക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തുന്നതായും സർക്കാർ കോടതിയെ അറിയിച്ചു. LDF സർക്കാർ ജനങ്ങൾക്ക് നൽകിയ 600 വാഗ്ദാനങ്ങളിൽ 580 എണ്ണവും പാലിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനതല പട്ടയമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം കണ്ട മഹാമാരികളെ ചെറുത്തു തോൽപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കാട്ടുതീ നിയന്ത്രിക്കുന്നതിനും വനം കയ്യേറ്റം തടയുന്നതിനും വേണ്ടിയുള്ള വനം വകുപ്പിന്റെ ഫോർസൈറ്റ് സംവിധാനം മന്ത്രി AK ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനം വികസന ഏജൻസിക്കായി കിഫ്ബി ധനസഹായത്തോടെ നൽകിയ 4 വീൽ ഡ്രൈവ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. മനുഷ്യ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പൂർണ്ണമായ എല്ലാ അപേക്ഷകളിലും മാർച്ച് 31-നകം ധനസഹായം വിതരണം ചെയ്യുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നിർദ്ദേശിക്കപ്പെട്ട പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 ഗ്രൂപ്പ് 1-ൽ ഇന്ത്യ സിംബാബ്വെ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ സിംബാബ്വെ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 5.3 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 69 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 9 വിക്കറ്റ് വിജയം. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി പോരാട്ടം. ഗോവയിലാണ് മത്സരം. കർണാടകത്തിലെ ശിവമോഗയിൽ പുതുതായി സ്ഥാപിച്ച 10 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ സ്റ്റേഷൻ കേന്ദ്ര സഹമന്ത്രി L മുരുകൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കർണാടകത്തിലെ പൊതുമേഖലാ പ്രക്ഷേപണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് സ്റ്റേഷനെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. 101.4 മെഗാഹെർട്സിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം ആകാശവാണി ഭദ്രാവതി സ്റ്റേഷന്റെ പ്രക്ഷേപണം ശിവമോഗയിലും മറ്റ് സമീപ ജില്ലകളിലും ലഭ്യമാക്കും. രാജ്യത്തെ വടക്കുകിഴക്കൻ മേഖല, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിമാരായ ജ്യോതിരാദിത്യ സിന്ധ്യ, അശ്വിനി വൈഷ്ണവ് എന്നിവർ ചർച്ച നടത്തി. ഗോളിയർ, ഗുണ, ചമ്പൽ എന്നിവിടങ്ങളിൽ നിന്ന് മധ്യപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് റെയിൽ കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും വടക്കുകിഴക്കൻ മേഖലയിലെ റെയിൽവേ സൌകര്യം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും ഇരുവരും ചർച്ച നടത്തി. ഇറാൻ അമേരിക്ക 3ാം ഘട്ട ആണവ നയതന്ത്ര ചർച്ചകൾ ജനീവയിൽ നടന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയാണ് ഇറാൻ സംഘത്തെ നയിക്കുന്നത്. അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജറീദ് കഷ്ണറുമാണ് US സംഘത്തെ നയിക്കുന്നത്. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി നാളെ മുംബൈയിലെത്തും. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഴത്തിലുള്ള വിശ്വാസം, ജനാധിപത്യ മൂല്യം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇന്ത്യ-ഇസ്രയേൽ ബന്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇസ്രയേലും ധാരണാപത്രങ്ങൾ കൈമാറി. രാജ്യത്ത് നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ ഓട്ടോമൊബൈൽ വ്യവസായ നിയമങ്ങൾ ആഗോള റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശത്തെ തുടർന്ന് NCERT 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം നിരോധിച്ച് സുപ്രീംകോടതി. കേരള സ്റ്റോറി 2 സിനിമയുടെ റിലീസ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് പുനഃപരിശോധന നടത്താൻ സെൻസർ ബോർഡിന് നിർദ്ദേശം. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ ഇന്ത്യ സിംബാബ്വെ മത്സരം പുരോഗമിക്കുന്നു. സിംബാബ്വെ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.